മുഖമേൽക്കാനൊരുങ്ങുന്ന കോൺഗ്രസിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. പുതിയ DCCമാർ വരുമെന്ന് ആദ്യം പറഞ്ഞുവെങ്കിലും ഇപ്പോൾ അതില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. തിരുവനന്തപുരം മാത്രമായി പുതിയ DCC പ്രസിഡന്റിനെ നിയമിക്കാൻ ഹൈക്കമാൻഡ് തീരുമാനം എടുത്തിരിക്കുന്നു. കേരളത്തിൽ നിന്നും ഒരൊറ്റ പേര് നൽകിയാൽ ഉടൻ നിയമനം നടത്താമെന്നാണ് നീക്കം. മറ്റു ജില്ലകളിലെ അധ്യക്ഷന്മാരെ മാറ്റില്ല എന്നുകൂടി പറയുന്നുണ്ട്. താൽക്കാലിക DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും തന്നെ ഒഴിവാക്കണമെന്ന് N ശക്തൻ ആവശ്യം ഉന്നയിച്ചതിന് പിന്നാലെയാണ് പുതിയ DCC പ്രസിഡന്റ് നിയമനം നടത്തുവാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത്. പാലോട് രവി രാജിവെച്ചതിന് പിന്നാലെയാണ് KPCC വൈസ് പ്രസിഡന്റായിരുന്ന ശക്തനെ DCC പ്രസിഡന്റ് ചുമതല കൂടി ഏൽപ്പിച്ചത്. തെരഞ്ഞെടുപ്പുകൾ കഴിയും വരെ മുതിർന്ന നേതാവെന്ന നിലയിൽ ശക്തൻ തുടരട്ടെ എന്ന തീരുമാനത്തിലായിരുന്നു ആദ്യം നേതൃത്വം. എന്നാൽ സ്ഥാനമൊഴിയാൻ ശക്തൻ താൽപര്യം പ്രകടിപ്പിക്കുകയായിരുന്നു. എന്നാൽ പടലപ്പിണക്കങ്ങൾ തുടരുന്ന കേരളത്തിൽ സമവായം ഉണ്ടാക്കാനാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം വന്നത്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് മുതിർന്ന നേതാക്കൾ അടങ്ങുന്ന പുതിയ സമിതി നിയോഗിക്കും. KPCC പുനഃസംഘടനയിൽ ജംബോ കമ്മിറ്റി വന്ന പശ്ചാത്തലത്തിലാണ് പുതിയ സമിതി വരുന്നത് എന്നുകൂടി പറയുന്നു. നിലവിലെ എല്ലാ സംവിധാനങ്ങൾക്കും മുകളിലായിരിക്കും പുതിയ കോഓർഡിനേഷൻ സമിതി. ജംബോ കമ്മിറ്റിയിൽ നേതാക്കൾക്കിടയിൽ അതൃപ്തി നിലനിൽക്കവേ KPCC സെക്രട്ടറിമാരെ ഉടൻ പ്രഖ്യാപിക്കാനുള്ള നീക്കത്തിലാണ് നേതൃത്വമുള്ളത്. KPCC പുനഃസംഘടനയിലെ അതൃപ്തിക്ക് പിന്നാലെ പരിപാടികളിൽ നിന്ന് അടക്കം വിട്ടുനിൽക്കുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശനോട് സഹകരിക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശവും നൽകി. KPCCയുമായിട്ട് സഹകരിക്കാനാണ് നിർദ്ദേശം. അച്ചടക്ക ലംഘനം അംഗീകരിക്കാനാകില്ല എന്നും പുനഃസംഘടനയിലെ പരാതികൾ പരിഹരിക്കുമെന്നും ഹൈക്കമാൻഡ് വ്യക്തമാക്കി കഴിഞ്ഞു. തിരുവനന്തപുരം DCC അധ്യക്ഷ പദവിയിൽ ചെമ്പഴന്തി അനിലിനെ നിയമിക്കണം എന്നാണ് VD സതീശന്റെ ആവശ്യം. എന്നാൽ ഈ ആവശ്യം നേതൃത്വം അംഗീകരിച്ചിട്ടില്ല. ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് KPCC നേതൃത്വത്തിന്റെ നിലപാട്. തർക്കം രൂക്ഷമായതോടെ KPCC പരിപാടികൾ ബഹിഷ്കരിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് എന്നതാണ് പുറത്തുവരുന്നത്. KPCCയുമായി സഹകരിക്കാൻ പ്രതിപക്ഷ നേതാവ് VD സതീശനോട് ഹൈക്കമാൻഡ് പറഞ്ഞിട്ടുമുണ്ട്. ഡൽഹിയിൽ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വവുമായി ഹൈക്കമാൻഡ് നടത്തിയ ചർച്ചയ്ക്ക് ശേഷമായിരുന്നു തീരുമാനങ്ങൾ എത്തിയത്. രാഹുൽ ഗാന്ധി, ഖാർഗെ എന്നിവർ പങ്കെടുത്ത ചർച്ച ദീർഘനേരം നീണ്ടുനിന്നു. ഉണ്ടായത് പോസിറ്റീവ് ചർച്ചകളായിരുന്നു. ചർച്ചകൾ വളരെ ഫലപ്രദമായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂല സാഹചര്യമാണ് ഉള്ളത്. അതാണ് ചർച്ചയുടെ മൊത്തത്തിലുള്ള അനുമാനം. അതേസമയം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സംസ്ഥാന നേതൃത്വം തയ്യാറാക്കിയ പ്ലാനിൽ മാറ്റങ്ങൾ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരുമിച്ച് നീങ്ങുവാനും ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാൻ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും നിർദ്ദേശമുണ്ടായി. സംസ്ഥാന നേതൃത്വത്തിനെതിരെ യോഗത്തിൽ കടുത്ത വിമർശനമാണ് ഉണ്ടായത്. വയനാട് DCC അധ്യക്ഷൻ നിയമിക്കുന്നതിന് മുൻപ് കൂടിയാലോചനകൾ നടന്നിട്ടില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 അക്ക വോട്ടിന് തോറ്റവരെ ജനറൽ സെക്രട്ടറിമാരാക്കിയെന്നും വിമർശനം ഉയർന്നിട്ടുണ്ട്. എല്ലാ കാറും കോളും നീക്കി പുത്തൻ ഉണർവ് പകരാനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇപ്പോൾ നീക്കം നടത്തുന്നത്.